പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 8 നോമ്പിൻ്റെ പുണ്യപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, നാളെ സെപ്റ്റംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. നന്നായിട്ട് ഒരുങ്ങി ബലിയർപ്പിച്ച് ഈശോയെ സ്വീകരിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഓണത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം, നമ്മളുടെ ലോക മനസാക്ഷിയെ ശരിക്കും പിടിച്ചു കുലുക്കിയിട്ടുള്ള വ്യക്തിത്വമാണ് ഫ്രാൻസിസ് പാപ്പ. ഫ്രാൻസിസ് പാപ്പ ജപമാല ഭക്തിയെക്കുറിച്ച് പറയുന്നത് നമ്മൾ ധ്യാനിക്കുന്നത് നന്നായിരിക്കും. മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: ഫ്രാൻസിസ് പാപ്പ, ജപമാല ചൊല്ലുമ്പോൾ നാം മാതാവിൻ്റെ കയ്യിൽ പിടിക്കുന്നു. കഴിയുമ്പോൾ മാതാവ്, അമ്മ നമ്മുടെ കൈകളിൽ പിടിക്കുന്നു. ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ മാതാവിൻ്റെ കയ്യിൽ പിടിക്കാനൊരു ശ്രമം നടത്തുകയാണ്. ചൊല്ലിക്കഴിയുന്നതോടെ അമ്മ നമ്മെ ഏറ്റെടുക്കുകയാണ്. ചിലപ്പോൾ പ്രിയ സഹോദരങ്ങൾ, അച്ഛൻ കഴിഞ്ഞ ഒരുപാട് നാളുകളിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, അച്ഛൻ നമ്മുടെ ഇതിനു മുൻപ് സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോൾ അവിടെ ഒരുപാട് വിജാതീയ മക്കൾ യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിച്ച് മാമോദിസ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് ഇപ്പോഴും പലവിധ കാരണങ്ങളാൽ അവർക്ക് മാമോദിസ സ്വീകരിക്കാനൊക്കെ പറ്റാതെ, അപ്പോൾ അവർക്ക് ബലിയർപ്പിക്കുമ്പോഴും നമുക്കറിയാം ഈശോയെ സ്വീകരിക്കാൻ പറ്റില്ല, കുമ്പസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ശരിക്കും ആശ്വാസം മുഴുവൻ ഈ ജപമാലയിലാണ്. ഫ്രാൻസിസ് പാപ്പ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും അവരുടെ ജീവിതത്തിൽ, അച്ഛാ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ മാതാവിനോട് ചേർന്നോട് പ്രാർത്ഥിക്കും. ആ ജപമാല ചൊല്ലിക്കഴിഞ്ഞതോടുകൂടി അമ്മ ഞങ്ങളെ ഏറ്റെടുക്കും. ആ വാക്കുകളാണ്. ഇത് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ കാര്യം നോക്കിയിട്ടൊന്നുമല്ല അവർ പറയുന്നത്, പക്ഷെ അമ്മ ഞങ്ങളെ ഏറ്റെടുക്കുന്ന അവസ്ഥ. ഇത് പ്രിയ സഹോദരങ്ങൾ, വിജാതീയ മക്കൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. പലപ്പോഴും സ്വജാതീയരായ നമ്മെ സംബന്ധിച്ച് നമ്മുടെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണെന്ന് ഈ 8 നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാവുന്നെന്ന് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യുക. ഇന്നലത്തെ കുടുംബ പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. എത്ര വിരസമായിട്ടും അലസമായിട്ടും. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് ഒരു ഓജസ്സും തേജസ്സും എന്നൊക്കെ പറയുന്ന സംഭവങ്ങളില്ല എന്നതിൻ്റെ കാരണം നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാത്തതല്ല. നമുക്ക് ആരോഗ്യമുണ്ട്, സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, ജോലിയുണ്ട്, സമ്പത്തുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ശൂന്യത. ഓ പാവനാത്മാവേ ശൂന്യമാം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ അല്ലേ? ശൂന്യത നിറയുമീ ജീവിതത്തിന്മേൽ വീശിടുക, വീണ്ടും ജീവനേകുക. അപ്പോൾ ശൂന്യത നിറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം. സഹോദരങ്ങളെ, അമ്മയെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും എന്ന കാര്യം നിസ്തർക്കമാണ്. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയാൽ ആദ്യ വെള്ളിയാഴ്ച നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാളെ കേട്ടോ. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒപ്പം തന്നെ തിരുവോണത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.